അപ്പോൾ നമ്മൾ എന്താ പറയാ ലേയിലെത്തി അല്ലേ? ലേയിലെത്തി ഇന്നലെ വീഡിയോ കാണിച്ചു ഞാൻ എൻ്റെ ചെയ്ത് അങ്ങോട്ടോ. അപ്പം പറയ് പോല നമ്മൾ ലേയിലെത്തി, അടിപൊളിയായിട്ട് ഉറങ്ങി, കിട്ടലായിട്ട് ഉറങ്ങി. ലഡാക്ക് പോവാണ് ഗൈസ്. ബൈക്ക് റെന്റ് അല്ല ബൈക്ക് എടുത്ത് പോവാണ്. ബാസൊക്കെ എടുത്തിട്ട് ബൈക്കൊക്കെ റെഡിയാണ്. അതന്നെ ഇതാണ് കേരള ഹൗസ് കേട്ടോ അല്ലേ. ഇത് നമുക്കിവിടെ എന്താ പറയുക ഒരു വ്ളോഗറിനെ കൂടി കിട്ടിയിരുന്നു. ചെറിയൊരു വ്ളോഗ മൂപ്പര് ഈ ഡിയോല് വന്ന കേട്ടോ, കേരള വണ്ടി. ഈ ഡിയോല് വന്ന സോളോ റൈഡർ, സോളോ സഞ്ചാരി യൂട്യൂബിന്റെ പേര്. നിങ്ങൾ ഏകദേശം എത്ര മാസമായി? 8 മാസോ? ആ എത്ര? 9 മാസം ഒറ്റക്ക് ഡിയോമേല് കേരള വണ്ടി. സൈക്കിളിൽ വന്ന ആൾക്കാരുണ്ട്, ഒരു ഉറങ്ങാൻ തോന്നുന്നു. ആ സൈക്കിളിൽ വന്ന് കേരളത്തിൽ നിന്ന് മലപ്പുറം ടീം, ആ 2 സൈക്കിൾ. ഏതാ കേരള കാശ്മീർ ഇപ്പൊ ലേയിലെത്തിയോല്. 10,000 രൂപയ്ക്ക് ഏതാ ഒരു കിടന്നുറങ്ങാണ്. അതുകൊണ്ട് നമ്മള് വല്ല ഇതാക്കില്ല. അല്ലേ നമ്മള് സൈക്കിളിലൊന്നും ആൾക്കാരെ നമ്മളിവിടുന്ന് ബൈക്ക് റെന്റിനെടുത്തിട്ട് ലഡാക്ക് ഇറങ്ങാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നാളെ മണാലി. ഫുൾ ഷെഡ്യൂൾഡാ. അതെ, തിരിച്ചു വരാണെങ്കിൽ മണാലി സെറ്റല്ലേ? ആരൊക്കെ എല്ലാരും ഫുൾ സെറ്റപ്പിലാണ്. കോസ്റ്റ്യൂമാണ് വരുന്നത്, മൊത്തം ജാക്കറ്റ്, ഗ്ലൗ ആകണം, ഒക്കെ സെറ്റാണ്. ഇവിടെ നമ്മൾ 2-3 ആൾക്കാർ പരിചയപ്പെട്ടു കേട്ടോ. നമ്മളുടെ ഇട്ട് പോവാം ഗൈസ്. സെറ്റാക്കാം. സെറ്റല്ലേ? ഇതെന്താ നീണ്ട പോയി. അപ്പൊ നമ്മള് ബൈക്കിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. എല്ലാവരും സെറ്റാണ്, എല്ലാം ഓക്കെയാണ് ഗൈസ്. നമ്മൾ പെട്രോൾ അടിച്ച് ഇങ്ങനെ സെറ്റാക്കി മണാലിക്ക് പോകാനുള്ള ബസ്സോ എന്തോ ഉണ്ടോ ചെക്ക് ചെയ്യാണ്ട് ചെയ്യും. ഷാബിൽ പോയിക്കാണ് ഗൈസ്. നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ വ്യൂസൊക്കെ കാണിച്ചു തരാം. ജീവൻ കിട്ടാനുള്ള കുറച്ച് വെള്ളം കൊണ്ടാ അടിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മൾ ബസ്സറൊക്കെ ഉണ്ട്, ഗ്ലൗസ് വാങ്ങിക്കണം. ലോങ്ങിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും മൂക്കിനൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടാവും. വോയിസ് ക്ലിയർ ആണോന്നൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും സെറ്റാണ്, ഹവാസൊക്കെ ഓക്കെയാണ്. നമ്മളാണ് ലാസ്റ്റ് എന്താ പറയുക നോക്കുന്നത്. മുന്നിൽ ഷെയ്നും ഷാബിലുണ്ട്, നമ്മൾ ലാസ്റ്റ് നടുവിൽ ഫാമിയുണ്ട്, ബാക്കി എല്ലാവരും നടുവിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓക്കെയാണ് ഗായ്സ്. വിഷ്വൽസൊക്കെ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ പെട്രോളിൻ്റെ അവിടുന്ന് നമ്മുടെ വണ്ടി റെൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ലിപ്പ് വരും, നീല സ്ലിപ്പ്. അത് പെട്രോളിൻ്റെ സൈഡിൽ കാണിക്കണം. പിന്നെ പാസ്, അത് എന്തായാലും പെർമിറ്റ് എന്തായാലും എടുക്കണം. ഓൺലൈനിൽ പെർമിറ്റ് എടുക്കണം. 500 രൂപ ഒരാൾക്കല്ലേ? 500. ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി ക്വാറന്റൈൻ നിന്നോന്ന് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ചെക്കാണ്. 4000 രൂപേൻ്റെ പാസ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഒറ്റ റൂട്ട് കേട്ടോ. അടിപൊളി റൂട്ടാണ്. വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. സെറ്റാണ്, എല്ലാവരും ഓക്കെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പെർമിറ്റ് കാണിച്ചു കൊടുക്കാനുള്ളത്. ഫമിയ യെസ്. അപ്പോൾ പാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗർത്തുകുല പാസിലേക്ക് പോവാണ്. ഫുള്ള് 5 ബൈക്ക് സെറ്റാണ്. ഷാപ്പിൽ ചെയ്യുന്നതാ. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇനി ഫുള്ളും വിഷ്വൽസ് ആണ് മൊത്തം കാണിക്കുക. ഞാൻ ഇനി വർത്താനം പറഞ്ഞിട്ട് ഇതാക്കുന്നൊന്നുമില്ല, എല്ലാവരും സെറ്റാണ്. നിങ്ങളിപ്പോ ഈ വിഷ്വൽ കാണുമ്പോൾ വിചാരിക്കുമോ എന്താ പറയാ ഫുള്ള് വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും ഒക്കെ. നിങ്ങൾക്ക് ഈ കോലം കണ്ടാൽ മനസ്സിലാവും. ഗ്ലൗസ്
മഫ്ലർ ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വന്നെ. അമ്മ ഇത് തണുപ്പാണല്ലേ പക്ഷെ കാണാൻ വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുപ്പാ, വീട്ടിലെ തണുപ്പായിട്ട് നമ്മള് പോകുന്ന നോക്കി സൈഡാക്കി സീന അവിടെ ലോക്കാക്കിയിട്ടേക്ക. അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റൂല അവിടെ പറഞ്ഞ സീന. ചെറിയൊരു പാറ പൊട്ടിക്കാനുണ്ട്, കഴിഞ്ഞിട്ട് നമ്മൾ പോവാം. ലാൻഡ് സ്ലൈഡാണ് മൊത്തത്തിൽ. നമ്മൾ വേറെ വഴിയിലൂടെ ഇങ്ങനെ കയറി വായിച്ചു. ഇവിടെ പുറത്തൊന്നും കഴിയൂല, പോയി നോക്കാം നമുക്കൊന്നും. അതന്നെ ഇവിടെ ഉണ്ടല്ലേ ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് നമ്മൾ വേറെ വഴിക്കൂടെ വന്ന് ഇവിടെ അതേപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് ഇവിടുന്ന് വലിയ താഴോട്ടേക്ക് ആക്കാൻ. ആടാടെ ഗ്യാസ് അങ്ങോട്ട് വന്ന് കുറച്ച് കയറി അവിടെ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എന്താ പറയുക, നമ്മളെ വണ്ടി നമ്പറും വണ്ടി ഓടുന്ന ആളും വല്ല നമ്പറും ഇവിടെ കൊടുക്കണം. പിന്നെ എന്താ പറയുക മറ്റേതും വേണം, എന്ത് പാസ് നിർബന്ധമാണ് കേട്ടോ. ഇത് കൊടുത്ത് നമ്മൾ നേരെ മുന്നോട്ട് പോകാം. ഈ വെയിലൊക്കെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി അവിടെ എത്തണമെങ്കിൽ 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഒരു പോയിന്റ് നിർത്തിയാണ്. കിച്ച് ഓക്കെ ആണോ? വെള്ളം കൂടി ഓക്കെ അവിടുത്തെ ഞാൻ വന്നോളൂ. എന്താ പറയട്ടോ, ഫൗമിയ പറയാ. ഫൗമിയ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ലേശം പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അത് പൊട്ടി തീർച്ചാനും വയ്യത് നോച്ചാനും വയ്യ, പുഞ്ചിരിക്കാൻ പോലും വയ്യ. സമയം നമ്മള് ഗർദുഗുല ബസ് എത്തിക്കണേ. ഏതായാലേ അടിപൊളി സെറ്റ് ഫീലൊക്കെ ഉണ്ട്. ഒരു ഡ്രീം ലാൻഡിലൊക്കെ വന്ന പോലല്ലോ. കിട്ടില്ലേ? ഒരു ഡ്രീം ലാൻഡിലൊക്കെ വന്ന ഫീൽഡോ. ഇവിടുന്ന് ഒറ്റ തന്നെ ശ്വാസം കിട്ടില്ല. ഈ പോടാ ചലക്കാട് അയ്യൊക്കെ കഥക്കുന്നതാ. ഒരു ഡ്രീം ലാൻഡിലൊക്കെ വന്നതല്ലേ, ഒരു ഡ്രീം ലാൻഡ്. മാഗി 100 രൂപ 500 രൂപ ആയിരിക്കും. മലന്നടിച്ചു കേട്ടോ. മാസ് ഞാൻ കുത്തിയോ കിട്ടില്ല വ്യൂ അല്ലേ. ഇവിടുത്തേക്കാറ്റ് വ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ ഓരോ വ്യൂ രക്ഷയില്ലാത്ത വ്യൂ. ഡ്രീം ലാൻഡ് വിൻ്ററിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. സമ്മറിൽ തന്നെ വരണം എല്ലാവരും ഇതാക്കാൻ വേണ്ടിയിട്ട്. വിൻ്ററിൽ തന്നെ എല്ലാ സ്ഥലത്തും മഞ്ഞുണ്ട്. ഇത് അടുത്ത എക്സ്പീരിയൻസ്. കയറാൻ പറ്റുമോ? അല്ലേ നോക്കി കയറിക്കോ. കയ്യൊക്കെ ഇറക്കുന്നൊക്കെ ഇറക്കി തരണോ? കേറണ്ടെന്തോ മേലെ മെല്ലെ ജസ്റ്റ് കയറി കാശ്. ശ്വാസം കിട്ടില്ല, ശ്വാസം കിട്ടില്ല, അങ്ങനെ റിസ്വാനും തടി ശ്വാസം കിട്ടില്ല. തിരിച്ചു നോക്കിയാണോ? ഞാൻ തിരിച്ചു പറയാത്തോല്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. കിടില സ്കിന്നൊക്കെ എന്തൊക്കെ വൈകി തണുത്തത്, കൈയൊക്കെ മരവിക്കുന്നത്. ഓക്കെ എല്ലാം ചത്ത്. അവിടെ കയറിയിട്ടുണ്ടാവും. ഇത് കുറച്ച് ഡാൻസ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിലും ഒക്കെ മനസ്സിലാവും. കയറിയപ്പോൾ ചത്തുപോയി പോയി. ഇത്ര ഡിഗ്രി എന്ന് പറഞ്ഞുതരാൻ നെറ്റ് കൂടെ അല്ല.
-10 കേട്ടോ, -10. അയ്യോ മരവിച്ച് -10. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്ട് നാളികയിലേക്ക് വണ്ടി എടുത്തിട്ട് അപ്പോൾ നമ്മൾ ലഡാക്ക് ഇന്നും കൂടിയേ ഉള്ളൂ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ മണാലിക്ക് വണ്ടി കയറും. ഇത് 5 ഹിമാലയാണ് നമ്മൾ റെൻറ്റിനെടുത്ത് കിട്ടില്ല കേട്ടോ. മുതലാക്കിക്കണം ഹിമാല പെർഫെക്റ്റ്. അതെ ലേല വന്നിട്ട് അവിടെ പോയിട്ട് ഫ്രീ ഫുഡ് കഴിക്കാം. ഒരു 25 കിലോമീറ്റർ ഓടണമല്ലോ. സെറ്റാ. ഒരു പ്ലേറ്റ് ചോറും ഒരു 4 ചപ്പാത്തി 6 ചപ്പാത്തി ഞാൻ 2 പറഞ്ഞു. സായല്ലടാ, നല്ല ഫുഡ് കിട്ടുമ്പോ അങ്ങനെ തന്നെയാ. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നേരെ നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, വണ്ടിയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എണീക്കും. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു. അപ്പോൾ ബൈ.